വർക്കലയിലെ പടിഞ്ഞാറ്റേക്കുളത്തിൽ ദളിതരുടെ കൂട്ടക്കുളി നടക്കാൻ പോകുന്നു. ദളിതർക്ക് വിലക്കുണ്ടായിരുന്ന കുളത്തിലാണ് പ്രതിഷേധ കുളി നടക്കുന്നത്. ന്യൂസ് 18 വാർത്തയെ തുടർന്ന് ദളിതർക്കുണ്ടായിരുന്ന വിലക്ക് വി ജോയ് MLA ഉൾപ്പെടെ ഇടപെട്ട് കഴിഞ്ഞ ദിവസം ഒഴിവാക്കിയിരുന്നു. ഗ്രീഷ്മ വിവരങ്ങളുമായി ചേരുന്നു. ഗ്രീഷ്മ, കൂടുതൽ പ്രവർത്തകർ അവിടേക്ക് എത്തിയിട്ടുണ്ടോ? എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ വിവരങ്ങൾ? പ്രവർത്തകർ കുളത്തിന് സമീപത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ VHP നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ അടക്കമുള്ളവർ കുളത്തിന് സമീപത്തെത്തിയിട്ടുണ്ട്. സാമൂഹ്യ സമത്വ മുന്നണിയുടെയും ഒപ്പം കേരള ദളിത് ഫെഡറേഷന്റെയും നേതൃത്വത്തിലാണ് ഇവിടെ ദളിതരുടെ സമൂഹ കുളി നടക്കാൻ പോകുന്നത്. അവർ ഈ 5-6 കുടുംബങ്ങൾ മാത്രമാണ് ഇവിടെ ദളിതരായി ഉള്ളത്. അവരോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയാണ്. ഒപ്പം നാട്ടുകാരുടെ ഇടപെടലും ഉണ്ടാകുന്നുണ്ട്. നാട്ടുകാർ ഇത്തരത്തിലൊരു ഐറ്റം ഇല്ല എന്ന് സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഐറ്റം ഉണ്ടായിരുന്നെങ്കിൽ കൂടി അത് ഇന്നലെ ജോയ് MLA അടക്കമുള്ളവർ വന്ന് അത് പരിഹരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു പ്രതിഷേധ പ്രകടനത്തിന് ആവശ്യം ഇന്നിവിടെ ഇല്ല എന്നൊരു വാദമാണ് നാട്ടുകാർ ഇപ്പോൾ ഉന്നയിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ 55 വർഷമായി ഇവിടെ താമസിച്ചിട്ട് പോലും ഒരിക്കൽ പോലും ഈ കുളത്തിൽ കുളിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇറങ്ങാൻ ശ്രമിച്ചപ്പോഴൊക്കെ നാട്ടുകാർ തടഞ്ഞിട്ടുണ്ട് എന്ന് ഈ കുടുംബങ്ങൾ ഇപ്പോൾ അവരോടും വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഐറ്റം നിലനിന്നിരുന്നു എന്നതൊരു വസ്തുതയാണ്. അതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് കേരള ദളിത് ഫെഡറേഷന്റെയും ഒപ്പം സാമൂഹ്യ സമത്വ മുന്നണിയുടെയും തീരുമാനം. അതിന്റെ ഭാഗമായി അല്പസമയത്തിനകം തന്നെ ഇവിടെ സമൂഹക്കുളി നടക്കും. ഈ സമത്വ മുന്നണിയുടെ പ്രവർത്തകർ മാത്രമാണോ ഇപ്പോൾ അവിടെ എത്തിയിട്ടുള്ളത്? രേണു, സമത്വ മുന്നണിയുടെ പ്രവർത്തകരും ഒപ്പം കേരള ദളിത് ഫെഡറേഷന്റെ പ്രവർത്തകരും ഇവിടെയുണ്ട്. കൂടുതൽ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് വരുന്നതേ ഉള്ളൂ. ഏതായാലും അല്പസമയത്തിനകം തന്നെ സമൂഹക്കുളി നടത്തുമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധ പരിപാടികൾ നടത്തും. ഇന്നലെ ഈ വിലക്ക് ലംഘിച്ചിട്ടുണ്ടെങ്കിൽ കൂടി, അല്ലെങ്കിൽ ഈ വിലക്ക് മറികടക്കാൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഇത്തരത്തിൽ ഇതുവരെ നിലനിന്നിരുന്ന ഐറ്റത്തിനെതിരെ ശക്തമായി തന്നെ പോരാടാനാണ് ഇവരുടെ തീരുമാനം. അതിന്റെ ഭാഗമായാണ് ഇന്ന് സമൂഹക്കുളി നടത്തുക. ഇതിനുശേഷം നഗരത്തിൽ ആഹ്ലാദ പ്രകടനം ഉൾപ്പെടെയുള്ള അവർ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇന്നലെ MLA ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തുകയും വിഷയത്തിൽ ഇടപെടുകയും ദളിതരെ കൊണ്ട് കുളിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇന്ന് വലിയൊരു പ്രതിഷേധം അവിടെ അരങ്ങേറുകയാണ്. ജനപ്രതിനിധികൾ ആരെങ്കിലും അവിടെ എത്തിയിട്ടുണ്ടോ? കൗൺസിലർ മാത്രമാണ് അല്പസമയം മുമ്പ് ഇവിടെ എത്തിയത്. എന്നാൽ അദ്ദേഹം അപ്പോൾ തന്നെ തിരിച്ചു പോവുകയും ചെയ്തു. പിന്നീട് നാട്ടുകാർ മാത്രമാണ് ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ ജനപ്രതിനിധികൾ എത്തുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. ഇന്നലെ MLA ഇപ്പോൾ എത്തുമെന്നൊരു വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇന്നലെയും സ്ഥലത്ത് MLA എത്തിയിരുന്നു. ഇന്നലെ MLA എത്തിയ ശേഷമാണ് ദളിത് കുടുംബങ്ങളെ കുളത്തിൽ കുളിക്കാൻ അനുവദിച്ചത്. ഇന്ന് ഈ ദളിത് പ്രവർത്തകരുടെ സമൂഹ കുളിയുടെ പശ്ചാത്തലത്തിൽ അല്പസമയത്തിനകം തന്നെ MLA വീണ്ടും സ്ഥലത്ത് എത്തുമെന്നുള്ളൊരു വിവരം കൂടിയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഇന്നലെ ഗ്രീഷ്മ, നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ചില പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നിരുന്നു. ഇന്ന് ഏതെങ്കിലും സമാനമായ സാഹചര്യങ്ങളുണ്ടോ? നാട്ടുകാർ അവിടെ തമ്പടിച്ചിട്ടുണ്ടോ? എന്താണ് അങ്ങനെയുള്ള വിവരങ്ങൾ? ഏതാനും ചില നാട്ടുകാർ എത്തി ഇവിടെ ഒരു ഐറ്റം ഉണ്ടായിരുന്നില്ല എന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്നലത്തെ പോലെ തന്നെ രേണു. എന്നാൽ ഈ ഐറ്റം ഉണ്ടായിരുന്നു എന്നുള്ള വാദത്തിൽ ഈ കുടുംബങ്ങൾ ഉറച്ചു നിൽക്കുന്നതാണ് ഇവരെ പ്രതിസന്ധിയിലാക്കുന്നത്. കഴിഞ്ഞ 55 വർഷമായി ഈ നാട്ടിൽ ജീവിച്ചിട്ട് പോലും ഒരിക്കൽ പോലും വീടിന് തൊട്ടു മുമ്പിലുള്ള ഈ കുളത്തിൽ ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ആവർത്തിച്ച് പറയുന്നു. മാത്രമല്ല തങ്ങളുടെ കുട്ടികൾ എപ്പോഴും ഇറങ്ങിയാൽ പോലും അവരെ തടയുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് വിലക്കില്ല എന്ന നാട്ടുകാരുടെ വാദത്തിന് അടിസ്ഥാനമില്ല. നാടിനെ നാണം കെടുത്തുന്ന തരത്തിലുള്ള വാർത്തയാണ് ഇതെന്നുള്ള ആക്ഷേപമാണ് അവർ ഉന്നയിക്കുന്നത്. എന്നാൽ ഈ വാർത്തയ്ക്ക് അടിസ്ഥാനമില്ല എന്നുള്ള അവരുടെ വാദം നിലനിൽക്കുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസം കൗൺസിലർ തന്നെ ന്യൂസ് 18നോട് സമ്മതിച്ചതാണ് ഇത്തരത്തിലൊരു ഐറ്റം നിലനിൽക്കുന്നതിനെതിരെ പോരാടാൻ കഴിയാത്തത്. കൗൺസിലർ സ്ഥാനം പോയാലും തനിക്ക് അവിടെ ജീവിക്കണം എന്നുള്ളത് കൊണ്ടാണ് എന്ന് ഇതുകൂടി കേട്ടിട്ടാണ് ഈ VHP നേതാക്കൾ അടക്കമുള്ളവർ ഇവിടെ എത്തിയിരിക്കുന്നത്. അതുതന്നെയാണ് അവർ നാട്ടുകാരോട് ചോദിക്കുന്നതും. ഏതായാലും സമൂഹക്കുളി നടത്തി പ്രതിഷേധം ശക്തം തന്നെയാണ് ദളിത് പ്രവർത്തകരുടെ തീരുമാനം. അതിനുള്ള പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഗ്രീഷ്മ, അവിടെ ഐത്തക്കുളി നടന്നിരുന്നു എന്നതിന്റെ ഏറ്റവും പ്രധാന തെളിവ് ദളിതർക്ക് വേണ്ടി പ്രത്യേകം നിർമ്മിച്ച ഉറയായിരുന്നു. അവിടെ കുളിക്കാൻ പ്രത്യേകം ഭാഗം അവർക്ക് വേണ്ടി ഒരുക്കിയതായിരുന്നു അതിന്റെ ഏറ്റവും പ്രധാനമായ തെളിവ്. ഇപ്പോൾ ഈ സമത്വ മുന്നണിയുടെ ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ അവിടെ എത്തുകയും ഈ വിഷയത്തിൽ ഇടപെടുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. ആ ഉറ ഇപ്പോഴും ഇനിയും അതേപോലെ നിലനിർത്തി പോകാൻ തന്നെയാണോ തീരുമാനം?
രേണു, ഈ സമൂഹക്കുളി ഇവിടെ നടക്കുന്നതോടുകൂടി താഴെയുള്ള കുറക്കുളവും കൂടി പൊതുസമൂഹത്തിനായി ഉപയോഗിക്കാമെന്നുള്ള ഒരു രീതിയിലേക്കുള്ള ഒരു നിർദ്ദേശമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല, ഈ കുളത്തിൽ കുളിക്കുന്നതിന് മാത്രമല്ല ഇവർക്കുള്ള വിലക്ക് എന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. കാരണം ഈ കുളത്തിന് തൊട്ടരികിൽ 2 ക്ഷേത്രങ്ങളുണ്ട്. ഈ ക്ഷേത്രത്തിൽ തിരിവെക്കാൻ പോലും ഇവരെ അനുവദിച്ചിരുന്നില്ല എന്നൊരു വാർത്ത കൂടി ഇപ്പോൾ അവർ പറയുന്നുണ്ട്. അത്തരത്തിലുള്ള വിലക്ക് കൂടി, അതായത് ഈ ക്ഷേത്രത്തിന് തൊട്ട് സമീപമുള്ള കുളത്തിലും ഈ വിലക്ക് നിലനിന്നിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാട്ടുകാർ പറഞ്ഞിരുന്നത് കുളത്തിൽ. ശരി ഗ്രീഷ്മ, ഞാൻ ഗ്രീഷ്മയിലേക്ക് വരാം. എന്തായാലും ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് സാഹചര്യങ്ങൾ മാറുന്നത്. ഇന്നലെ തന്നെ MLA-യുടെ ഇടപെടലിൽ ദളിതർക്ക് അവിടെ ഇറങ്ങാനുള്ള അനുമതി ലഭിച്ചിരുന്നു, കുളിക്കാനുള്ള അനുമതി ലഭിച്ചിരുന്നു. ഇന്ന് കേരള സമത്വ മുന്നണിയുടെ നേതൃത്വത്തിലാണ് ദളിത് പ്രവർത്തകർ അങ്ങോട്ട് എത്തിയിരിക്കുന്നത്. അവർ സമൂഹ കൂട്ടക്കുളി നടത്തി പ്രതിഷേധിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇനി ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ വേണമെന്ന ആവശ്യവും അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. MLA അല്പസമയത്തിനകം സ്ഥലത്തെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. നാട്ടുകാരുടെ സാന്നിധ്യവും നമുക്ക് അവിടെ കാണാം. കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നലെ നമ്മളോട് ഈ കാലങ്ങളായുള്ള അയിത്തത്തെക്കുറിച്ച്, അകറ്റി നിർത്തലുകളെ കുറിച്ചൊക്കെ പറഞ്ഞ സ്ത്രീകൾ, രാധ എന്ന സ്ത്രീയെ ഉൾപ്പെടെ നമുക്ക് അവിടെ കാണാം. എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. കൂട്ടക്കുളി നടത്തി പ്രതിഷേധിക്കാനാണ് തീരുമാനം. ഗ്രീഷ്മ തുടരുന്നുണ്ട്. ഗ്രീഷ്മ, താങ്കൾ നൽകി വന്ന വിവരങ്ങൾ തുടരാം. രേണു, ഈ കുളത്തിന് സമീപം ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ പോലും തിരിവെക്കാൻ അനുവദിച്ചിരുന്നില്ല എന്നാണ് ഇപ്പോൾ ഈ കുടുംബങ്ങൾ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, മറ്റൊരു വലിയ സന്തോഷമുള്ള കാര്യം, ഇന്നലെ ഒരു കുടുംബം മാത്രമായിരുന്നു പ്രതികരിക്കാൻ തയ്യാറായതെങ്കിൽ ഇന്ന് മറ്റ് ചില കുടുംബങ്ങൾ കൂടി ഇതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ട്. അതായത് ഇതിനെതിരെ ഇവർ പേടിച്ചിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഈ നാട്ടുകാരെ ഇവർ പേടിച്ചിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് പുറത്തു പറയാൻ തയ്യാറാകാതിരുന്നതും. എന്നാൽ ഇന്നലെ ന്യൂസ് 18 അടക്കം വാർത്ത നൽകിയതോടുകൂടി, MLA അടക്കം ഇതിനകത്ത് ഇടപെട്ടതോടുകൂടി അവർക്കൊരു ധൈര്യം വന്നിരിക്കുന്നു. ഇന്നലെ നമ്മളോട് ആ ദളിത് ബാലൻ പ്രതികരിച്ചതുപോലും അത്തരത്തിലായിരുന്നു. അതായത്, ഇന്ന് ഈ വാർത്ത വന്നതോടുകൂടി എനിക്ക് ഇതിൽ കുളിക്കാനുള്ള ഒരു ധൈര്യം കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. അതിനെ തുടർച്ചയായാണ് ഇപ്പോൾ മറ്റു കുടുംബങ്ങൾ കൂടി ഈ അയിത്തത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിനെതിരെ പ്രതിഷേധിക്കാൻ തയ്യാറെടുത്ത് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇന്ന് ദളിത് പ്രവർത്തകരടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ സമൂഹക്കുളി നടത്തും. കേരള ദളിത് ഫെഡറേഷന്റെയും ഒപ്പം സാമൂഹ്യ സമത്വ മുന്നണിയുടെയും നേതൃത്വത്തിലായിരിക്കും പ്രതിഷേധക്കുളി നടത്തുക. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും ഈ അയിത്തത്തിനെതിരെ, ഈ വിലക്കിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ തന്നെയാണ് ദളിത് സംഘടനകളുടെ തീരുമാനം. ഗ്രീഷ്മ എസ് നായരാണ് വിവരങ്ങൾ നൽകുന്നത്. വർക്കലയിൽ പടിഞ്ഞാറ്റേക്കുളത്തിൽ ദളിതരുടെ കൂട്ടക്കുളി അല്പസമയത്തിനകം നടക്കും. സാമൂഹ്യ സമത്വ മുന്നണിയുടെ നേതൃത്വത്തിലാണ് അവിടെ പ്രതിഷേധം അരങ്ങേറുന്നത്. ഇന്നലെ ന്യൂസ് 18 വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് സാമൂഹ്യ സമത്വ മുന്നണി ഈ രീതിയിലുള്ള ഒരു പ്രതിഷേധം ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ദളിത് പ്രവർത്തകർ അവിടെ എത്തിയിട്ടുണ്ട്. വിലക്ക് നേരിട്ട ദളിത് കുടുംബത്തിലെ അംഗങ്ങളും എത്തിയിട്ടുണ്ട്. ഇന്ന് കൂടുതൽ പേർ തങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ തുറന്നു പറയാൻ തയ്യാറായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഇന്നലെ ഏതാണ്ട് 2 കുടുംബങ്ങളിൽ നിന്നുള്ളവർ മാത്രമാണ് ക്യാമറയ്ക്ക് മുന്നിൽ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ, അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകളും ദുരനുഭവങ്ങളും തുറന്നു പറയാൻ തയ്യാറായിരുന്നത്. ഇന്ന് കൂടുതൽ പേർ രംഗത്ത് വരുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും പലയിടങ്ങളിൽ നിന്നുള്ള ദളിത് പ്രവർത്തകർ അവിടേക്ക് എത്തിയിട്ടുണ്ട്. വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. കേരള ദളിത് ഫെഡറേഷന്റെ പ്രവർത്തകർ വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നിലനിന്നിരുന്ന വിലക്കിനെതിരെ, അയിത്തത്തിനെതിരെ ശക്തമായി പോരാടാനുള്ള തീരുമാനത്തിൽ ഉറച്ചാണ് അവർ ഓരോരുത്തരും വെള്ളത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഇവരുടെ പ്രതിഷേധ പ്രകടനം.
ഇതിനെ ഒരു തരത്തിലും രാഷ്ട്രീയവൽക്കരിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള നീക്കമല്ല ഇത് എന്ന് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ദളിത് പ്രവർത്തകരെ അറിയിക്കുന്നുണ്ട്. ഇത് നമ്മുടെ പ്രതിഷേധമാണ്, വിലക്കിതിനെതിരെയുള്ള നമ്മുടെ ശക്തമായ പോരാട്ടമാണ്. ഇനി ഒരു തരത്തിലുള്ള വിലക്കും ഇവിടെ അനുവദിക്കാനാകില്ല. ക്ഷേത്രത്തിൽ തിരി കൊളുത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ദളിത് പ്രവർത്തകർക്ക് സജീവമായി തന്നെ പങ്കെടുക്കാം. അതിനെ ഒരു നാട്ടുകാരും ഇനി എതിർത്താൽ അതിനെ അംഗീകരിക്കാനാകില്ല എന്നും നാട്ടുകാരെ അറിയിക്കുന്നുണ്ട്. സത്യസന്ധത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സത്യസന്ധമായിട്ട് തന്നെ നമ്മളൊക്കെ പല പ്രസ്ഥാനം വിശ്വസിക്കുന്നവരാണ്. അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ ലൈവായിട്ട് സത്യാവസ്ഥ രംഗത്ത് കൊണ്ടുവന്നത് ന്യൂസ് 18 തന്നെയാണ്. പത്രത്തിനകത്ത് സ്റ്റേറ്റ്മെന്റായിട്ട് ഐക്യത്തിനെതിരെ MLA ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചതിൽ ക്ഷമ ചോദിക്കണമെന്നുള്ള ഒരു ആവശ്യം കൂടി ഇപ്പോൾ അവർ ഉന്നയിക്കുന്നുണ്ട്. നാട്ടിലെ ആരെങ്കിലും അതിനെതിരെ ശബ്ദം ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്, ഇനി പാടില്ല. നമ്മുടെ ഇടയിൽ രാഷ്ട്രീയമില്ല, അതാണ് പറയേണ്ടത്. ഇവിടെ അയിത്തം എന്ന് പറയുന്ന ഒരു വിഷയം മാത്രമേ ഇവിടെ ഉള്ളൂ. അന്ത്യവിശ്രമം കൊണ്ടുവന്ന ശിവഗിരിയുടെ തൊട്ടടുത്തായ കരുനലക്കോട് വർക്കല മണ്ഡലം മുനിസിപ്പാലിറ്റിയിലെ ഏതാനും വാർഡുകൾ കഴിഞ്ഞു വരുമ്പോഴുള്ള ഒരു സ്ഥലമാണ് ഈ കരുനലക്കോട് എന്ന് പറയുന്ന സ്ഥലം. അവിടെയാണ് ഈ ജാതീയത, എവിടെയാണ് ഗുരുദേവന്റെ പ്രത്യയശാസ്ത്രം എവിടെ നിൽക്കുന്നത്? വർക്കല നിയോജക മണ്ഡലത്തിലാണ്. പല പല വിഷയങ്ങളിലെ പെട്ടവരാണ് നമ്മളെല്ലാം. രാഷ്ട്രീയമോ കക്ഷിരാഷ്ട്രീയമോ ജാതീയമായോ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. MLA ഇവിടുത്തെ ജനങ്ങൾക്ക് പീഡിപ്പിക്കുന്ന കാലമാണ്. ആ സമയത്ത് അട്ടഹസിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് ജനങ്ങൾ. അവർ എനിക്കറിയാം. എനിക്ക് എല്ലാ കോളനികളിലും അറിയാം. ഇവിടെ സ്ത്രീകൾ കുറിച്ചല്ല പട്ടേക്കാരൻ ഇങ്ങനെ പിന്നെ ഈ പിന്നീട് വേണം സഹകരണം ഉണ്ടാവും. ഇവർ മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ ദളിതുകളെ അവരോടൊപ്പം ഒരാളല്ല, എല്ലാ ദളിതുകളും ഈ സാധാരണക്കാരോടൊപ്പം ഉണ്ടായിരിക്കും. അതിനകത്ത് യാതൊരു വ്യത്യാസമില്ല. പട്ടികജാതിക്കാരുടെ ഒത്തിരി ഒത്തിരി വിഷയങ്ങൾ ഏർപ്പെട്ടിട്ടുള്ള ആളാണ് ഞാൻ. ഇല്ലെന്ന് പറയാൻ ഏറ്റവും കൂടുതൽ വർക്കല നിയോജക മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ 48 ഏക്കർ കോളനി താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. 48 ഏക്കർ കോളനി അറിയോ? ആ കോളനി താമസിക്കുന്ന ഒരു വ്യക്തി, അവിടുത്തെ ജനപ്രതിനിധിയായ ഒരാളാണ് ഞാൻ. സ്ത്രീത്വം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇത്രയും പേര് കാണുകയും സ്ത്രീകളെ കുളിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ അതിനാണ് ചിരിക്കുകയാണ് ഇത്. അത് ചിരിയാണ്. സ്ത്രീത്വത്തിനെതിരെ അവരെ അത് വേണ്ട, നമുക്ക് ഇറങ്ങി നിൽക്കാനല്ല, അത് മാത്രം മതി. കുളിക്കൊന്നും വേണ്ട, വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുക. വെള്ളം കോരി നമുക്ക് ഇന്നലെ കാണിച്ച കാര്യം ഇപ്പൊ പറഞ്ഞു. കുളിക്കേണ്ട കാര്യമില്ല. ഇന്നലെ ഇറങ്ങി വേണ്ട, വെള്ളത്തിൽ ഇറങ്ങിയാൽ ഇറങ്ങി വെള്ളം കുടിക്കണമെന്ന് ആരും പറഞ്ഞു. കുടിക്കാനും നിങ്ങൾക്ക് ഇന്നലെ പറഞ്ഞേറ്റിയ സ്ഥലപ്പായിരുന്നു. പിന്നെ ഞാൻ എവിടെ തന്നെ കരിന്തലക്കോട് ചെന്ന് ചോദിച്ചാൽ മതി. പോലീസും വണ്ടിയും കിടപ്പുണ്ട്. ആ ഇനി വിളിക്കല്ലേ എന്നെ 2 മണി വരെയുള്ള ആണുങ്ങൾക്ക്. അപ്പൊ ഇന്ന് 2 മണി കഴിഞ്ഞിട്ട് MLA വി ജോയ് സ്ഥലത്തേക്ക് എത്തുന്നതാണ് നമ്മൾ കാണുന്നത്. ഇന്നലെയും MLA വിഷയത്തിൽ ഇടപെടുകയും പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുകയും ചെയ്തിരുന്നു. MLAയുടെ സാന്നിധ്യത്തിൽ തന്നെ ദളിത് പ്രവർത്തകർ അവരുടെ പ്രതിഷേധം ആരംഭിക്കുകയാണ്. കൂട്ടക്കുളി നടത്തി, അയിത്തം നിലനിന്നിരുന്ന കുളത്തിൽ കൂട്ടക്കുളി നടത്തി പ്രതിഷേധിക്കാനാണ്
സമത്വ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ, ദളിത് പ്രവർത്തകർ ശ്രമിക്കുന്നത്. MLAയും അവരുടെ പ്രതിഷേധത്തിൽ പങ്കുചേരുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. ഒപ്പം ഈ കാലങ്ങളായി നിലനിന്നിരുന്ന അയിത്തത്തെക്കുറിച്ച് പരാതിപ്പെട്ട സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ കുളത്തിലേക്ക് ഇറങ്ങി കൂട്ടക്കുളി നടത്തി പ്രതിഷേധിക്കുന്നു. രേണു, എല്ലാവരും ഇപ്പോൾ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാകുന്നത്. MLA ജോയി ഉൾപ്പെടെയുള്ളവർ ഉണ്ട്. വിലക്ക് നേരിട്ടിരുന്ന കുടുംബങ്ങളിലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഈ സമയത്ത് കുളത്തിലിറങ്ങി നിന്ന് പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട്. അവരുടെ പ്രതികരണത്തിലേക്ക് സാമൂഹ്യ സമത്വ മുന്നണിയുടെയും കേരള ദലിത് ഫെഡറേഷന്റെയും കേരള സാംബവർ സഭയുടെയും മറ്റിതര വേടർ ഗോത്ര മഹാസഭ തുടങ്ങിയിട്ടുള്ള BSP തുടങ്ങിയിട്ടുള്ള മറ്റിതര സാമൂഹിക സംഘടനകളുടെ പ്രതിനിധികളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ സ്ഥലത്ത് നമ്മളെല്ലാം നിൽക്കുന്ന ഈ കുളത്തിൽ 2-3 സമുദായങ്ങൾക്ക് മാത്രമേ കുളിക്കാൻ കഴിയൂ. പട്ടികജാതിയിൽപ്പെട്ട കുറവ, തണ്ടാൻ സമുദായങ്ങളിൽപ്പെട്ടവർക്ക് കുളിക്കുന്നതിന് തടസ്സമുണ്ട്. അത് അയിത്തമാണ്. അതൊരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ന്യൂസ് ഇന്നലെ 180 ചാനലിലൂടെ രാജ്യത്തെമ്പാടും അറിയുകയുണ്ടായി. ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി ശ്രീ AK ബാലൻ, നമ്മുടെ MLA ജോയി, കൗൺസിലർ തുടങ്ങിയവരെല്ലാം ആ കാര്യങ്ങളിൽ അഭിപ്രായം പറഞ്ഞു. രാത്രിയിൽ നടന്ന ചാനൽ ചർച്ചയിലും MLAയും വിഷ്ണുപുരം ചന്ദ്രശേഖരനും ഒക്കെ പങ്കെടുത്തിരുന്നു. ഇവിടെ ജാതി ഉണ്ട്, ജാതീയമായിട്ട് ഇച്ചിരി പ്രശ്നങ്ങളുണ്ട്. അത് അവസാനിപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങളെല്ലാം ഇവിടെ വന്നത്. ഇവിടെ കൗൺസിലർ, മുനിസിപ്പൽ ചെയർമാൻ, MLA തുടങ്ങിയിട്ടുള്ള അവർ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയോ പ്രസ്ഥാനങ്ങളോ ഒന്നും ഇവിടെ ജാതീയമായ വിവേചനം അടിച്ചേൽപ്പിച്ചെന്ന് ഞങ്ങൾ പറയുന്നില്ല. അങ്ങനെ അവർക്ക് മാത്രമായിട്ട് അടിച്ചേൽപ്പിക്കാനും കഴിയില്ല. കാര്യം അവർക്ക് മുമ്പ് തന്നെ ഇവിടെ കോൺഗ്രസിന്റെ MLA ഉണ്ടായിരുന്നു, പല MLAമാരും ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് കാണുന്നില്ല, കക്ഷി രാഷ്ട്രീയ പ്രശ്നമായിട്ട് കാണുന്നില്ല. എന്നാൽ അയിത്തം എവിടെയുണ്ടോ അത് പൂർണ്ണമായും നിഷ്കാസനം ചെയ്യണം. അത് കുടിവെള്ളത്തിലായാലും വിദ്യാലയത്തിലായാലും ക്ഷേത്രത്തിലായാലും പള്ളിയിലായാലും എവിടെ അയിത്തമുണ്ടോ അതിനെ പിഴുതെറിയണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാ നിലപാട്. അതേ നിലപാടിനെ സാധൂകരിക്കുന്ന സമീപനമാണ് MLA ഇന്നലെ ചാനൽ ചർച്ചയിലെടുത്തത്. പക്ഷേ അയിത്തം ഇല്ല എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാനും വിഷ്ണുപുരം ചന്ദ്രശേഖരനും ബിനുവും എല്ലാം ഇന്നലെ വന്ന് ഈ വീട്ടിലുള്ള ആളുകളും ഒക്കെ ആയിട്ട് സംസാരിച്ചു. കുഞ്ഞുകുട്ടി പരാധീനങ്ങളെല്ലാം പറഞ്ഞു. അവർക്ക് ആരോടും വിദ്വേഷമില്ല. ഇവിടെ സാമുദായികപരമായ ഒരു ചേരുതിരിവ് നടത്തി മുതലെടുപ്പ് നടത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾക്ക് ആ ലക്ഷ്യമില്ല. ഞങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ചട്ടുകങ്ങളോ ചൂലോ അല്ല. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ വളർത്താനും തകർക്കാനും ഞങ്ങൾ തയ്യാറല്ല. പക്ഷേ അയിത്തമുണ്ട് എന്ന യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് അത് അവസാനിപ്പിക്കണം. ഇന്നലെ ഇവിടെ എല്ലാ ആളുകളും ഒത്തുകൂടി. MLA ഈ സ്ഥലത്ത് വന്നു. ഇവിടുത്തെ നമ്മുടെ സഹോദരങ്ങളുമായി അദ്ദേഹം ഇവിടെ കുളിച്ചു. സന്തോഷം തന്നെ. പക്ഷേ സാമൂഹ്യ പ്രസ്ഥാനങ്ങളെന്ന നിലയിൽ ഞങ്ങളുടെ ഇടപെടലിന് ഒരു പരിസമാപ്തി ഉണ്ടാകണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് ഞങ്ങളെല്ലാം ഇവിടെ ഒത്തുകൂടിയത്. വർക്കലയ്ക്ക് ലോകപ്രസിദ്ധിയുണ്ട്.
ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശങ്ങൾ കൊണ്ട് പുണ്യഭൂമിയായ സ്ഥലമെന്ന നിലയിലാണ് പ്രസക്തി. എങ്കിലും പറയട്ടെ, ജാതി ഇവിടെ കൊടികുത്തി വാഴുകയാണ് പല പ്രദേശങ്ങളിലും. അത് തുടച്ചു മാറ്റേണ്ട ബാധ്യത നമുക്കോരോരുത്തർക്കുമാണ്. സാമൂഹ്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക്, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട. ഞങ്ങൾക്ക് ഇവിടുത്തെ MLA ഒറ്റപ്പെടുത്താനോ അപമാനിക്കാനോ ഉദ്ദേശമില്ല. കൗൺസിലറെ ഒറ്റപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ജാതീയമായ വിവേചനമുണ്ടെന്നുള്ള സത്യം നമ്മൾ അംഗീകരിച്ചുകൊണ്ട് എന്നേക്കുമായി ഇത് ഇവിടെ അവസാനിപ്പിക്കണം. ഈ പോകുന്ന തോട്, അവിടെ ഒരു ചെറിയ കുഴി ഒരു റിങ് വെച്ചിട്ടുണ്ട്, നീരുറവ ഉള്ള സ്ഥലം. അതൊരു പ്രത്യേക ജാതിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. പല സ്ഥലത്തും പലരെ അങ്ങനെ അറിയപ്പെടുന്നുണ്ട്. പക്ഷേ ഒരു പ്രത്യേക ജാതി. കേരള ദളിത് ഫെഡറേഷന്റെ P. രാമഭദ്രനാണ് അവിടെ സംസാരിക്കുന്നത്. വർക്കലയിലെ പടിഞ്ഞാറ്റേക്കുളത്തിൽ ദളിതർക്ക് അയിത്തം കൽപ്പിച്ചിരുന്ന പടിഞ്ഞാറ്റേക്കുളത്തിൽ ഇറങ്ങി പ്രതിഷേധിക്കുകയാണ് സാമൂഹ്യ സമത്വ മുന്നണി പ്രവർത്തകരും കേരള ദളിത് ഫെഡറേഷൻ പ്രവർത്തകരും സംഭവസഭ പ്രവർത്തകരും ഒരുമിച്ചാണ് ഈ പ്രതിഷേധം നടത്തുന്നത്. ഒപ്പം അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തിയിരുന്ന കുടുംബങ്ങളിലെ ദളിത് കുടുംബങ്ങളിലെ അംഗങ്ങളും ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കൂട്ടക്കുളി നടത്തി പ്രതിഷേധിക്കുകയാണ് അവിടെ പ്രവർത്തകർ. കഴിഞ്ഞ ദിവസം ന്യൂസ് 18 ഈ വാർത്ത പുറത്തുവിട്ടിരുന്നത്. ഗ്രീഷ്മ എസ് നായർ അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുന്നു. ഗ്രീഷ്മ, സാമൂഹ്യ സമത്വ മുന്നണിയുടെ നേതൃത്വത്തിൽ ദളിത് പ്രവർത്തകർ കൂട്ടക്കുളി നടത്തി പ്രതിഷേധം ആരംഭിച്ചിരിക്കുന്നു. MLAയും പ്രതിഷേധത്തിൽ പങ്കുചേരുന്നു. അവിടെ നിന്ന് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സാമൂഹ്യ സമത്വ മുന്നണിയുടെയും ഒപ്പം കേരള ദളിത് ഫെഡറേഷന്റെയും പ്രവർത്തകരാണ് ഇന്ന് കൂട്ടക്കുളി നടത്തി ഈ വിലക്കിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഇന്നലെ ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് ഇത്തരത്തിലൊരു നടപടിയുമായി പ്രവർത്തകർ രംഗത്തെത്തിയത്. ഇന്നലെ തന്നെ ജോയി ഉൾപ്പെടെയുള്ളവർ, അതായത് MLA ജോയി ഉൾപ്പെടെയുള്ളവർ എത്തി ദളിതർക്ക് കുളിക്കാനുള്ള അനുമതി നൽകിയിരുന്നുവെങ്കിലും ഈ വിലക്ക് നീക്കിയിരുന്നുവെങ്കിലും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തിറങ്ങാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. ഈ ഐത്തത്തിനെതിരെ, അതായത് നിലനിന്നിരുന്ന ഐത്തത്തിനെതിരെ ശക്തമായി തന്നെ പ്രതികരിക്കും. ഈ കുളിക്ക് ശേഷം നഗരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും രാവിലെ പ്രവർത്തകർ ഇങ്ങോട്ടെത്തി കുടുംബങ്ങളോട് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. ഇന്നലെ 2ഓളം കുടുംബങ്ങൾ മാത്രമായിരുന്നു ക്യാമറയ്ക്ക് മുന്നിൽ ഇതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറായതെങ്കിൽ കൂടുതൽ വാർത്ത വന്നതോടുകൂടി, MLA ഇടപെട്ടതോടുകൂടി, ദളിത് പ്രവർത്തകർ ഇതിനെതിരെ രംഗത്ത് വന്നതോടുകൂടി കൂടുതൽ കുടുംബങ്ങൾ ഇന്ന് ഈ വിലക്കിതിനെതിരെ സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ട്. അതുതന്നെയാണ് ഏറ്റവും സന്തോഷകരമായ വസ്തുത. ഈ കുളത്തിൽ കുളിക്കാൻ മാത്രമല്ല, അടുത്തുള്ള ക്ഷേത്രത്തിൽ തിരി തെളിക്കാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ വിലക്ക് ഇനി നിലനിൽക്കില്ല എന്നാണ് ഇപ്പോൾ MLA ഉൾപ്പെടെയുള്ളവർ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും വിലക്ക് മറികടന്നിരിക്കുന്നു. ഇനി ഈ കുളത്തിൽ ദളിതർക്കും കുളിക്കാം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സന്തോഷകരമായ വസ്തുത. ഇപ്പോഴും പ്രതിഷേധം തുടരുക തന്നെയാണ്. തീർച്ചയായും ഗ്രീഷ്മ, ഇതുവരെ നിലനിന്നിരുന്ന അയിത്തം വഴിമാറുന്നു. ഇന്നലെ തന്നെ MLAയുടെ നേതൃത്വത്തിൽ ദളിതർ കുളത്തിൽ ഇറങ്ങിയിരുന്നു. ഇന്ന് കൂടുതൽ പേർ കുളത്തിൽ ഇറങ്ങുന്നു എന്നത് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. ഗ്രീഷ്മ, അവിടെ എത്തിയ ദളിത് പ്രവർത്തകരെല്ലാം തന്നെ ഇതിൽ രാഷ്ട്രീയ പ്രശ്നമില്ല, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്കോ പ്രതിനിധികൾക്കോ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടെന്ന് തങ്ങൾ പറയുന്നില്ല. പക്ഷേ ഈ സംഭവം, ഈ അയിത്തം അവിടെ നിലനിന്നിരുന്നതാണ്. ആ സാഹചര്യത്തിന് മാറ്റം ഉണ്ടാകണം എന്ന ഒരു ആവശ്യം മാത്രമാണ് തങ്ങൾക്കുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ നേതാക്കൾ പോയി കഴിഞ്ഞും അവിടെയുള്ള ദളിത് കുടുംബത്തിലെ ആളുകൾക്ക് ആ കുളം ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള നടപടികൾ തന്നെ അവിടെ ഉണ്ടാകുമോ? ആ രീതിയിലുള്ള ഇടപെടൽ ഉറപ്പാക്കിയിട്ടാകുമോ നേതാക്കൾ മടങ്ങുക? ഉറക്കുളം അവിടെ ദളിതർക്കായി പ്രത്യേകം ഉണ്ടായിരുന്നു. അത് അതേ രീതിയിൽ തന്നെ നിലനിർത്താനാണോ ഇപ്പോഴും തീരുമാനം? രേണു, ഇന്ന് ഈ പ്രതിഷേധ പ്രകടനത്തിന് ശേഷം നാളെ മുതൽ ദളിതർക്ക് ഇവിടെ കുളിക്കാമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്നലെ നമ്മളോട് പ്രതികരിച്ച ബാലൻ ഉൾപ്പെടെ പറഞ്ഞത്, അതായത് ഈ വാർത്ത വന്നതിന് ശേഷം ഈ കുളത്തിലിറങ്ങി കുളിക്കാനുള്ള ഒരു ധൈര്യം കിട്ടി എന്നുള്ളതാണ്. മാത്രമല്ല, ഇന്ന് കൂടുതൽ കുടുംബങ്ങൾ ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്താൻ തയ്യാറായിട്ടുണ്ടായിരുന്നു. നേരത്തെ 2 കുടുംബങ്ങൾ മാത്രമായിരുന്നു ഇതിനെതിരെ സംസാരിക്കാൻ തയ്യാറായത്. കാരണം ഇവർക്ക് നാട്ടുകാരെ പേടിയുണ്ടായിരുന്നു എന്ന് അവർ തന്നെ തുറന്നു പറയുന്നു. പലവട്ടം ഈ കുളത്തിലിറങ്ങാൻ ശ്രമിച്ചപ്പോഴൊക്കെ നാട്ടുകാർ തടഞ്ഞിട്ടുണ്ട്.
കയറ്റിവിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാട്ടുകാരെ പേടിച്ചിട്ടാണ് ഇവിടെ ഇറങ്ങാൻ തയ്യാറാകാതിരുന്നത് എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ വാർത്ത വന്ന് ഇതിനെതിരെ MLA അടക്കമുള്ളവർ രംഗത്ത് വന്ന് ദളിതരെ കുളിക്കാൻ അനുവാദം നൽകിയ സാഹചര്യത്തിൽ ഇനി നാട്ടുകാരെ പേടിക്കില്ല എന്നൊരു തീരുമാനം കൂടി അവർ അറിയിക്കുന്നുണ്ട്. മാത്രമല്ല താഴെയുള്ള കുറക്കുളം ഇത് പൊതു ആവശ്യങ്ങൾക്കായി, അതായത് എല്ലാവർക്കുമായി എല്ലാവർക്കും ഉപയോഗിക്കാമെന്നൊരു നിർദ്ദേശം കൂടി മുന്നോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഈ 2 കുളവും ഇനി എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. അതിനുള്ള നടപടികളാണ് ഇവിടെ നടക്കുന്നത്. ശക്തമായ പ്രതിഷേധം, അതല്ല ഇനിയും വിലക്ക് നിലനിന്നു കഴിഞ്ഞാൽ ഈ രീതിയിലായിരിക്കില്ല പ്രതികരണം. ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് വരുമെന്ന് VHP നേതാവ് അടക്കമുള്ളവർ ഇവിടെ എത്തി നാട്ടുകാരെ അറിയിച്ചിട്ടുണ്ട്. രാവിലെ ഇവരെത്തുമ്പോൾ നാട്ടുകാർ ഇത്തരത്തിലൊരു വിലക്കില്ലായിരുന്നു എന്നൊരു വാദം ഉയർത്താൻ ശ്രമിച്ചെങ്കിലും അത് നിലനിന്നില്ല. അത്തരം വാദങ്ങളൊന്നും നിലനിൽക്കില്ല എന്ന് ഈ കുടുംബങ്ങൾ തന്നെ മുന്നോട്ട് വന്ന് തുറന്നു പറയാൻ തയ്യാറായിരുന്നു. കഴിഞ്ഞ 55 വർഷമായി ഈ നാട്ടിൽ ജീവിച്ചിട്ട് പോലും ഒരിക്കൽ പോലും ഈ കുളത്തിലിറങ്ങാൻ കഴിഞ്ഞില്ല എന്നൊരു സത്യം കൂടി അവർ പറയാൻ തയ്യാറായിട്ടുണ്ടായിരുന്നു. അത് പറയാനുള്ള ധൈര്യം കൂടി അവർക്ക് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ വസ്തുത. ഏതായാലും ഈ കുളത്തിൽ ഇനി ദളിതർക്ക് കുളിക്കാം, തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ അവർക്ക് തിരിതെളിക്കാം. ഒരു തരത്തിലുള്ള വിലക്കും ഇനി ഉണ്ടാകില്ല എന്ന് തന്നെയുള്ള പ്രത്യാശയാണ് നമുക്കും പറയാനുള്ളത്. തീർച്ചയായും ഈ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടണം എന്ന് തന്നെയാണ് ന്യൂസ് 18 ആഗ്രഹിച്ചിരുന്നത്. അതിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നു. ജനപ്രതിനിധികളുടെ ഇടപെടലും ഒഴിച്ചുകൂടാനാകാത്തതാണ്. ബിജോയി MLA കഴിഞ്ഞ ദിവസം തന്നെ ആ രീതിയിൽ ഇടപെടുകയും ദളിതർക്ക് കുളിക്കാനുള്ള അവസരം ഒരുക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ പ്രതിഷേധം അവിടെ തുടരുകയാണ്. സാമൂഹ്യ സമത്വ മുന്നണി പ്രവർത്തകരും കേരള ദളിത് ഫെഡറേഷൻ പ്രവർത്തകരും സംഭവ സഭ പ്രതിനിധികളുമാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത്. ദളിത് കുടുംബങ്ങളിലെ അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പ്രതിഷേധം നടക്കുന്നത്. ബിജോയ് MLA ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. അത് ഒരിക്കലും അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളോ എന്നുള്ള നിലയ്ക്കല്ല. സമൂഹത്തില് ഇത് പാടെ മാറ്റേണ്ടുന്ന ഒരു പ്രവണതയാണ്. അങ്ങനെ സംഭവിക്കുന്ന സന്ദർഭത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, ജനപ്രതിനിധികൾ, സാമൂഹ്യ പ്രവർത്തകർ, രാഷ്ട്രീയ നേതാക്കന്മാർ ഒക്കെ അതിന്റെ യാഥാർത്ഥ്യത്തെ പരിശോധിക്കുകയും അത് വസ്തുതാപരമായി അതിനെ വിലയിരുത്തുകയും നാളെ ഇതുണ്ടാകാത്ത വിധത്തിലുള്ള ഒരു നിലപാടിലേക്ക് പോവുകയും ചെയ്യുക എന്ന് പറയുന്നതാണ് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അനുവർത്തിക്കേണ്ടത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പട്ടികജാതി സമുദായ സംഘടനകളുടെ നേതാക്കന്മാരെ വിളിച്ചു ചേർത്ത സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഞാൻ ഈ വിഷയം പെടുത്തിയതാണ്. പട്ടികജാതി വിഭാഗങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾക്ക് വർദ്ധിച്ചു വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം നിലവിലുള്ള ഭരണഘടനാ പരിരക്ഷ അനുസരിച്ച് നിയമപരമായ നടപടി സ്വീകരിക്കുന്നതിനകത്ത് ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ കാണിക്കുന്ന അലംഭാവം. ആ അലംഭാവമാണ് ഇത്തരം നടപടികൾ. ഏത് നടപടി ചെയ്തിരുന്നാലും ഇവിടെ ഈ ചെറിയൊരു സംഭവമായിട്ട് ഇതിനെ കാണണ്ട. 4 or 5 സ്ത്രീകള് ഈ കുളത്തിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പ്രവേശിക്കുന്നത്, വെള്ളമെടുക്കുന്നത് തടസ്സപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ കൂടിയിരിക്കുന്നത് മറ്റൊന്നുമല്ല. ആ തടസ്സപ്പെടുത്താൻ കാരണമായി നിൽക്കുന്നത് അവരുടെ ഉള്ളിലുള്ള ജാതി ചിന്തയാണ്. എല്ലാവരും മനുഷ്യരാണ്, എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്ന ഒരു ബോധം സമൂഹത്തിൽ അങ്ങനെ ഉണ്ടാകേണ്ടത്. ഈ സമരപരിപാടിയിലൂടെ ഈ കുളം എല്ലാ വിഭാഗം ആളുകൾക്കും തുറന്നു കൊടുക്കുന്നതോടൊപ്പം തന്നെ ഇത്തരം നിലപാടുകളുമായി മുമ്പോട്ട് പോകുന്ന ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ കഴിയുന്ന നിലയ്ക്കുള്ള നിലപാട് കൂടി എടുക്കുന്നതിന് ഈ പ്രദേശത്തെ ജനപ്രതിനിധികളും സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ തയ്യാറാകണം. അതൊരു വലിയ സന്ദേശം ലോകത്തിന് കൊടുക്കും, കേരളത്തിന് കൊടുക്കും, നമ്മുടെ ജനങ്ങൾക്ക് കൊടുക്കും. ഇത് സമൂഹത്തിൽ ഒരിക്കലും വച്ചുപുലർത്താൻ കഴിയാത്ത മനോഭാവമാണ് ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ. അവരൊക്കെ ജാതീയതയുടെ പേരിൽ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന അത്യന്തം ജാള്യകരമായ, നമുക്കാർക്കും തലയുയർത്തി നടക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഇവിടുത്തെ MLAക്കും ഇവിടുത്തെ ജനപ്രതിനിധികൾക്കും ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഇവിടുത്തെ സാംസ്കാരിക നായകന്മാർക്കും ഒക്കെ ഒരു അപമാനമായി തീർന്ന സംഭവമാണ് ഇത്. അദ്ദേഹം സമയത്ത് ഇടപെട്ടു, അദ്ദേഹം അതിനെ പ്രതിരോധിച്ചു. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞു. അത് ശ്രദ്ധയിൽ വന്നു, അദ്ദേഹം അതിന് ഇടപെട്ടു. ഇന്ന് ഈ സമരപരിപാടിയോടൊപ്പം തന്നെ അദ്ദേഹം സഹകരിക്കുന്നു. ഈ നിലയ്ക്കുള്ള ഒരു സമീപനം സ്വീകരിക്കാൻ നമ്മുടെ ജനപ്രതിനിധികൾക്കും നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്കും നമ്മുടെ ഉദ്യോഗസ്ഥർക്കും ഒക്കെ കഴിയുകയാണെങ്കിൽ ഈ മനോഭാവം വച്ചു പുലർത്തുന്ന ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും ഇത്തരം നിലപാടുകൾ സമൂഹത്തിൽ അനുവർത്തിക്കാൻ പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞ സന്ദേശം നൽകുകയും ചെയ്യാൻ കഴിയും. ഏതായിരുന്നാലും ഇന്ന് ഈ കുളത്തിന് ബഹുമാനപ്പെട്ട MLAയുടെ സാന്നിധ്യത്തിൽ നമ്മളൊക്കെ പ്രവേശിക്കുമ്പോൾ, പട്ടികജാതിക്കാർ പ്രവേശിക്കുമ്പോൾ, ഇത് ഇന്നത്തേക്ക് മാത്രമല്ല എല്ലാ ദിവസവും ഏത് സമയത്തും ഏത് സന്ദർഭത്തിലും ഇവിടെ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ ജാതി മതഭേദമന്യേ ഇവിടെ വന്ന് കുളിക്കാൻ കഴിയുന്ന സാഹചര്യം ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നതാണ് ഈ സമരപരിപാടിയുടെ ഏറ്റവും വലിയ. അതുകൊണ്ട് യാതൊരു ഭയപ്പാടോടും കൂടാതെ
യാതൊരു വിലക്കുകൾക്കും വിധേയരാകാതെ നാളെ മുതൽ എന്റെ സഹോദരങ്ങൾ, എന്റെ അമ്മമാര്, എന്റെ കുഞ്ഞുങ്ങള് ഒക്കെ ഈ കുളത്തിലിറങ്ങി ഈ ശുദ്ധജലം കുടിക്കുന്നതിനും ഇവിടെ വന്ന് കുളിക്കുന്നതിനും ഒക്കെ തയ്യാറാകണം. ആര് തടഞ്ഞാലും MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങളൊക്കെ ഉണ്ട്, നമുക്കതിനെ കൂട്ടായി പ്രതിരോധിക്കാം. ഈ സമൂഹം ഒന്നടങ്കം ഉണ്ട് എന്ന് പറയുന്ന വിശ്വാസമാണ് നമ്മൾ അതിലൂടെ പുലർത്തുന്നത്. അതുകൊണ്ട് ഇന്ന് മുതൽ ഈ കുളം നിങ്ങളുടേതും കൂടിയാണ്, ഈ ജലം നിങ്ങളുടേതും കൂടിയാണ്, ഈ വായു നിങ്ങളുടേതും കൂടിയാണ്. ഇവിടെ ജീവിക്കാനുള്ള അവകാശം നമുക്ക് കൂടി ഉള്ളതാണ്, ഈ വിഭവങ്ങളൊക്കെ നമുക്കും കൂടി ഉള്ളതാണ് എന്ന് പറയുന്ന ഒരു ബോധം ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള പ്രവർത്തനമാണ് ആരംഭിച്ചിരിക്കുന്നത്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഒരു സമൂഹം മൊത്തം നിൽപ്പുണ്ട്. അതുകൊണ്ട് ധൈര്യമായി ഇതിനകത്ത് പ്രവേശിക്കുകയും വെള്ളമെടുക്കുകയും ചെയ്യണം. ഒപ്പം എനിക്ക് ബഹുമാനപ്പെട്ട MLA സൂചിപ്പിക്കാനുള്ളത്, ഈ ഒരു പ്രശ്നം ഇതിന് നിയമപരമായി കൈകാര്യം ചെയ്യുകയും കൂടെ കഴിയണം. കാരണം ഇത്തരത്തിലുള്ള നിലപാട് മനസ്സിൽ സൂക്ഷിക്കുന്ന ആളുകൾ കൽത്തുറുങ്കിലായിരിക്കും സ്ഥാനം എന്ന് പറയുന്ന നിലയ്ക്ക് മാതൃകാപരമായി ഈ വിലക്ക് ഏർപ്പെടുത്തിയ ആളുകളെ കണ്ടെത്തിക്കൊണ്ട് അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നതിനുള്ള നടപടി കൂടി സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. ബഹുമാനപ്പെട്ട KDF-ന്റെ സംസ്ഥാന പ്രസിഡന്റ് രാമഭദ്ര സാർ അവർ, നമ്മുടെ വർക്കല നിയോജക മണ്ഡലം MLA B. ജോയി അവർ, അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്രശേഖർ സാർ അവർ ഈ പരിപാടിയിൽ, അതായത് ഇന്നലെ ഇവിടെ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തിയ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, മറ്റ് സംഘടനാ നേതാക്കൾ, ഇവിടെ കൂടിയിരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ, നാട്ടുകാരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പൊന്നനുജന്മാരെ, അനുജിത്യമാരെ, തിരുവനന്തപുരം ജില്ല നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ വർക്കല നിയോജക മണ്ഡലത്തിൽ ഏകദേശം 7 പഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയും അടങ്ങുന്നതാണ്. ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാർ തിങ്ങിപ്പാർക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ് വർക്കല നിയോജക മണ്ഡലം എന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബഹുജൻ സമാജ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സമയങ്ങളിൽ ഏകദേശം 150-ൽ പരം കോളനികൾ സന്ദർശിക്കുകയും അവിടുത്തെ ജനങ്ങളുടെ ക്ഷേമങ്ങളുടെയും അവരുടെ ആവശ്യങ്ങളുടെ, അവരുടെ സന്തോഷങ്ങളിലും സ്നേഹങ്ങളിലൊക്കെ പങ്കെടുത്തുകൊണ്ട് നിരവധി വേദികൾ പിന്നിടുന്ന ഒരു സാഹചര്യം എനിക്കുണ്ടായി. ആ സാഹചര്യത്തിൽ നിന്നും നമ്മുടെ സാമൂഹ്യ നീതിയെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ജനങ്ങൾ അയിത്തം നിലനിന്ന വർക്കലയിലെ പടിഞ്ഞാറ്റേക്കുളത്തിൽ ദളിതരുടെ കൂട്ടക്കുളി നടക്കുകയാണ്. ദളിതർക്ക് വിലക്കുണ്ടായിരുന്ന കുളത്തിലാണ് പ്രതിഷേധ കുളി നടക്കുന്നത്. സാമൂഹ്യ സമത്വ മുന്നണിയുടെയും കേരള ദളിത് ഫെഡറേഷന്റെയും സംഭവ സഭയുടെയും നേതൃത്വത്തിലാണ് പ്രവർത്തകരും. ഒപ്പം തന്നെ അയിത്തം നേരിട്ട ദളിത് കുടുംബത്തിലെ അംഗങ്ങളും കുളത്തിലിറങ്ങി കൂട്ടക്കുളി നടത്തി പ്രതിഷേധിക്കുന്നത്. MLA B. ജോയിയും പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട്.